നന്നായി പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നല്ല സോഫ്റ്റ് ഇടിയപ്പം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള പഴമാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഈ പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഇടയിലുള്ള ആ ഒരു കറുപ്പ് മണികളും കൂടെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു 2 കപ്പ് നല്ല വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവാകുമ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്ക് നന്നായി കുഴയ്ക്കാൻ സാധിക്കും. എങ്ങാനും ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് രുചിയും കൂടും സോഫ്റ്റ്നെസ്സും കൂടും. ഈ ഒരു പരുവത്തിൽ വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു ഇടിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരല്പം നെയ്യ് ഇതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലേക്ക് ഇതുപോലെ ചെറിയ ഹോളുള്ള അത് തട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഇടിയപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലായതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞിത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വലിയ തട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇടിയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ തട്ടിലും ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം തേങ്ങയും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 തട്ടാണ് എൻ്റെ ഇഡ്ഡലി പാത്രത്തിലുള്ളത്. അപ്പോൾ അതിൽ ഫുള്ളാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം തേങ്ങാപ്പാലിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒഴിച്ച് കഴിക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.